ണം. ഇനി മക്കയിലും മദീനയിലും നിങ്ങൾ റമളാനിൽ ചെന്ന് നോക്കൂ. റമളാനിൽ അവിടെ 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കുന്നു. 4 മദ്ഹബും 20 റക്അത്ത് തറാവീഹ് പഠിപ്പിക്കുന്നു. നിങ്ങൾ ആ തറാവീഹിന്റെ എണ്ണം എന്തിനു ചുരുക്കി? നിങ്ങൾ പറയുന്നൊരു മാക്കാന യസീദു എന്ന ഹദീസുണ്ട്. ആ ഹദീസ് ബുഖാരിയിലല്ലേ ഉള്ളത്? ഇമാം ബുഖാരി തറാവീഹ് 8 നിസ്കരിച്ചാൽ നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയോ? ആ ഇമാം ബുഖാരി ആ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനിൽ നിന്നല്ലേ? ആ ശിഷ്യൻ ആ ഹദീസ് പറഞ്ഞു കൊടുത്തത് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അല്ലേ? ബുഖാരിയിൽ 3 സ്ഥലത്തും ഉസ്താദുമാരെ പരമ്പരയിൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഇല്ലേ? ആ മാലിക് ഇമാം റളിയല്ലാഹു അൻഹു മദീനയിലെ ഏറ്റവും വലിയ പണ്ഡിതനായിരുന്നില്ലേ? ഇമാം ഷാഫിയുടെ ഉസ്താദായിരുന്നില്ലേ? ആ മാലിക് ഇമാം റളിയല്ലാഹു അൻഹു 20-ൽ കുറഞ്ഞ തറാവീഹ് പഠിപ്പിച്ചിട്ടുണ്ടോ? മാലികി മദ്ഹബിന്റെ ഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിക്കൂ. ഇമാം ഷാഫി അവിടുത്തെ ശിഷ്യനായിരുന്നില്ലേ? ആ ഇമാം ഷാഫി 20-ൽ കുറഞ്ഞ തറാവീഹ് പഠിപ്പിച്ചിട്ടുണ്ടോ? ഇമാം അഹ്മദ് ബിൻ ഹംബൽ മാലിക് ഇമാമിന്റെ മുവത്ത ഷാഫി ഇമാമിൽ നിന്ന് ഓതി പഠിച്ചതല്ലേ? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മുവത്ത ഓതി പഠിച്ചതല്ലേ? അവരൊക്കെ ഈ ഹദീസ് കണ്ടതല്ലേ? അവർക്കൊക്കെ മനസ്സിലായി ഈ ഹദീസ് ഒരിക്കലും തറാവീഹിനെ കുറിച്ചല്ല, അത് വിത്റിനെ കുറിച്ചാണെന്ന്. കാരണം ആ ഹദീസ് പറഞ്ഞത് ഇമാം ബഹുമാനപ്പെട്ട ബീവി ആയിഷ ബീവിയാണ്. ആ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മദീനത്തെ പള്ളിയുടെ തൊട്ടടുത്ത ചുമരിന്റെ അപ്പുറത്ത് റൂമിൽ വെച്ച് മഹദി അവിടുന്ന് റൂമിന്റെ ഉള്ളിൽ വെച്ച് തറാവീഹ് നിസ്കരിക്കുന്നുണ്ട്. ആ സമയത്ത് 36 കൊല്ലത്തോളം മദീനത്തെ പള്ളിയിൽ 20 റക്അത്ത് തറാവീഹ് നടക്കുകയാണ്. ആയിഷ ബീവി പറയുന്നില്ല അവിടുത്തെ നിസ്കാരത്തിന്റെ എണ്ണം കൂടിപ്പോയി എന്ന് പറയുന്നില്ല. കാരണം ആയിഷ ബീവിക്കറിയാം ഞാൻ പറഞ്ഞത് വിത്റിനെ കുറിച്ചാണെന്ന്. ആയിഷ ബീവിയോട് തന്നെ ചോദിച്ചു, അംബീനി അംബിതിർ റസൂലില്ലാഹി, റസൂലുള്ളാഹിന്റെ വിത്റിന്റെ എണ്ണം എത്രയാണെന്ന് പറഞ്ഞു തരൂ ഉമ്മ. അപ്പൊ പറഞ്ഞു, യാ ബുനയ്യ, എന്റെ കുഞ്ഞു മോനെ, തിൽക 11 റക്അത്ത്, യാ ബുനയ്യ, മോനെ അത് 11 റക്അത്താണ്. അപ്പൊ വിത്റാണ് 11. അല്ലാഹുവിന്റെ റസൂൽ അതിനേക്കാൾ വർദ്ധിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞു ആയിഷ ബീവി എന്നെ പറയും. പക്ഷേ നിങ്ങൾ പറയുന്ന ആയിഷ ബീവിക്ക് മനസ്സിലായിട്ടില്ല, മാലിക് ഇമാമിന് മനസ്സിലായിട്ടില്ല, ബുഖാരി ഇമാമിന് മനസ്സിലായില്ല, ഷാഫി ഇമാമിന് മനസ്സിലായില്ല, അഹ്മദ് ബിൻ ഹംബലിന് മനസ്സിലായില്ല, അബൂ ഹനീഫയ്ക്ക് മനസ്സിലായില്ല. മനസ്സിലായത് ആർക്ക്? മനസ്സിലായത് നമ്മളെ ഈ ഷാർജ ഉസ്താദ്, അല്ലെങ്കിൽ ഏതോ ഒരു മൗലവി, അല്ലെ ഒരു മാഷിക്. എന്തൊരു ലോകമാണിത്! ഞാൻ ചോദിക്കട്ടെ, മക്കയിലും മദീനയിലും അള്ളാഹുവിന്റെ റസൂലിന്റെ കാലം മുതൽ ഇന്ന് വരെ നിസ്കരിച്ച ഒരൊറ്റ ഇമാമിനും തറാവീഹിന്റെ എണ്ണം മനസ്സിലായില്ല എന്ന് പറയണമെങ്കിൽ തലച്ചോറുണ്ടാകണം. 1400 കൊല്ലമായിട്ട് ഒരാൾക്കും തറാവീഹിന്റെ എണ്ണം മനസ്സിലായില്ല. നിങ്ങൾക്ക് രണ്ടാൾക്ക് മാത്രം മനസ്സിലായി എന്ന് വിശ്വസിക്കണമെങ്കിൽ ഞങ്ങൾ തലച്ചോറ് ഇവിടെ കൊണ്ടുപോയി വെക്കണം.